പ്രിയമുള്ളവരെ, വചനജ്വാല 1582 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 41 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇന്ന് ഡിസംബർ 30 ചൊവ്വാഴ്ച. എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 41 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങൾ. തീരദേശങ്ങളെ നിശബ്ദമായിരുന്ന് എൻ്റെ വാക്കു കേൾക്കുക. ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ. അടുത്തു വന്ന് സംസാരിക്കട്ടെ. നമുക്ക് വിധിക്കായി ഒരുമിച്ച് കൂടാം. ഓരോ കാൽവെപ്പിലും വിജയം വരിക്കുന്ന കിഴക്ക് നിന്ന് വരുന്നവനെ ഉയർത്തിയത് ആര്? രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന് ജനതകളെ അവനെ ഏൽപ്പിച്ചു. വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെയാക്കി. വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെയും. അവരെ അനുധാവനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നു പോകുന്നു. അവന്റെ കാലടിയിൽ പാതയിൽ സ്പർശിക്കുന്നു പോലുമില്ല. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ്, ഞാൻ തന്നെ അവൻ. തീരദേശങ്ങൾ കണ്ട് ഭയപ്പെടുന്നു. ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു. അവർ ഒരുമിച്ച് അടുത്തു വരുന്നു. ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു. ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. വിളക്കിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശില്പി സ്വർണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിലടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു. ഇളകാതിരിക്കാൻ അവർ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹാമിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമി അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവൻ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടി ഉണ്ടാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും.
ദരിദ്രരും നിരാരംഭരും ജലം അന്വേഷിച്ചു കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സിബീനൂസിനെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്ത്യാനികൾക്കെതിരായി ഡയോക്ലീഷ്യനും മാക്സിമിയനും 303 പ്രസിദ്ധം ചെയ്ത വിളംബരപ്രകാരം അസീസിയിലെ മെത്രാനായ സബീനൂസും വളരെയേറെ വൈദികരും അറസ്റ്റ് ചെയ്ത് തടവിലാക്കപ്പെട്ടു. എട്രൂരിയയിലെ ഗവർണർ വെനുസ്ത്രിമാനോസ് വന്നപ്പോൾ സബീനൂസ് ഒരു വിശ്വാസ പ്രകടനം നടത്തി. ഉടനെ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിനീക്കി. അദ്ദേഹത്തിന്റെ ഡീക്കന്മാരായ മർസലൂസിനെയും എക്സിപ്പനാർസിനെയും പ്രഹരിക്കുകയും ഇരുമ്പാണി കൊണ്ട് ശരീരം വലിച്ചു കീറുകയും ചെയ്തു. സബീനൂസ് അന്ധരായ ഒരു കുട്ടിക്ക് കാഴ്ച നൽകി. ഗവർണർ വെനിസ്ലിയാനൂസിന്റെ കണ്ണിലുള്ള അസുഖവും മാറ്റി. അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയായി രക്തസാക്ഷിത്വം വഹിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലൂസിയൂസ് സ്പൊളോറ്റോയിൽ വെച്ച് സിബീനൂസിനെ അടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായ വിശുദ്ധ സബീനൂസിന്റെയും കൂട്ടരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.